ഭ്രാന്താണ് നീ കാണിക്കുന്നത്. ജാമ്യത്തിൽ ഇറക്കാൻ വരുന്നവരെ ലോക്കപ്പിൽ അടയ്ക്കുക. ഈ രാജ്യത്ത് എവിടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടന്നായി കേട്ടിട്ടുണ്ടോ? അങ്ങ് ചൂടാകരുത്. എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും രക്ഷിക്കാനും ജാമ്യത്തിൽ ഇറക്കാനും ആളുകൾ ഉള്ളതുകൊണ്ടാണ് കുറ്റവാളികൾ പെരുകുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഹീനന്മാരെ ജാമ്യത്തിൽ ഇറക്കാൻ വരുന്നവരെ തട്ടി അകത്താക്കാൻ തുടങ്ങിയാൽ കുറ്റകൃത്യങ്ങൾ താനെ കുറഞ്ഞുകൊള്ളും. ഇതെന്റെ വക ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ആരെയൊക്കെയാണ് നീ പിടിച്ചകത്തിട്ടിരിക്കുന്നതെന്ന് അറിയാമോ? അവരൊക്കെ ഭരണകക്ഷിയിലെ വലിയ നേതാക്കന്മാരാണ്. പോലീസ് സ്റ്റേഷനിൽ ഭരണകക്ഷിയും പ്രതിപക്ഷമൊന്നുമില്ല. പോലീസിനെ വിരട്ടാൻ വരുന്നവൻ ആരായാലും പിടിച്ചകത്തിടുകയും ചെയ്യും, ഇടിയും കൊടുക്കും. സ്റ്റേഷനിൽ കയറിയുള്ള ഇവന്റെയൊക്കെ ഭരണം അവസാനിപ്പിക്കാൻ ഈ ഒരു മരുന്നേ ഉള്ളൂ. ഇതുപോലെ ചെല്ലട്ടെ. വെറുതെ ബുദ്ധിയില്ലാതെ സംസാരിക്കരുത്. ഇന്ന് രാഷ്ട്രീയക്കാർ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. പക്ഷെ ജീവപര്യന്തക്കാരനിട്ട് ഇവരെന്തോ ചെയ്യും? സ്ഥലം മാറ്റോ അതോ പിരിച്ചുവിടോ? എന്നെ പോലെ 10 ജീവപര്യന്തക്കാരെ ഇറക്കി വിടാമോ? രാഷ്ട്രീയക്കാർ പോലീസ് സ്റ്റേഷന്റെ 5 അയലത്തോലും വരില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുളിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി കൈത്തരാം. നീ തൽക്കാലം കുളിപ്പിക്കാനൊന്നും പോകണ്ട. അവരെ തുറന്നോടെ. വിടില്ല. ഇത് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓർഡറാണ്. സിറ്റിയിലെ സർക്കിൾ ഇൻസ്പെക്ടർ അത് ധിക്കരിക്കുന്നു. ആക്ഷൻ എടുത്തോളൂ. എന്റെ പേരിൽ എന്ത് ആക്ഷൻ എടുക്കും പറയണം. ചേടാ, ഇത് ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ആയല്ലോ. വെറും 9 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്ന ഒരു നീചനെ ഇറക്കിക്കൊണ്ടുപോകാനാണ് ഇവിടുത്തെ നേതാക്കന്മാർ വന്നിരിക്കുന്നത്. അവന്റെയൊക്കെ തലയും മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയാണ് വേണ്ടത്. അത് ഞാൻ ചെയ്തില്ല. അതിനെനിക്ക് നന്ദി പറയട്ടെ. ഒരു കാര്യം നീ മറന്നു. നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇതിനു വേണ്ടിയല്ല, നിന്റെ ജ്യേഷ്ഠനെ കൊന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതിനിടയിൽ ക്ഷമിക്കൂ, ഞാനത് മറന്നു. പോലീസ് സ്റ്റേഷൻ. ജയമോഹൻ സ്പീക്കിംഗ്. യെസ് സർ. ആ ജാമ്യക്കാരെ ഇറക്കി വിട്ടേക്കൂ. മറ്റവനെ വിടണ്ട. അവൻ കോടതി ചെന്നിട്ട് ഇറങ്ങിയാൽ മതി. ശരി സർ. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇത് മരിക്കുന്നതിന് മുമ്പ് ജയമോഹൻ എഴുതിയിട്ടുള്ളതാണ്. നമ്പർ 17. ഇത് ഏതെങ്കിലും വാഹനത്തിന്റെ നമ്പരായിരിക്കുമെന്നാണ് എന്റെ സംശയം. ജയമോഹൻ ഇടിച്ചു വീഴ്ത്തിയിട്ടുള്ളത് ഈ വാഹനമായിരിക്കണം. കറക്റ്റ്. നമ്പർ 17. അപ്പോ മുത്തശ്ശനെ മറന്നു. ഡാഡി, ആന്റി എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. ഇവിടെ 3 ഐസ്ക്രീം തിന്നു മുട്ടിച്ച. നീ എത്ര ഐസ്ക്രീം തിന്നു? 4. ആ, മിടുക്കൻ. അപ്പോ യാത്രയൊക്കെ രസമായിരുന്നല്ലേ? എന്തിനാ അന്വേഷിക്കുന്നത്? ജയേട്ടനെ കൂടി വിളിച്ചിട്ട് വന്നോ? വെക്കേഷൻ കഴിഞ്ഞ് ഇവരൊക്കെ തിരിച്ചു പോകുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാം. ഏതായാലും ഈ സമയത്ത് കുട്ടികൾ കൂടെ വന്നത് നന്നായി. ലയൻസി മേനന്റെ ബംഗ്ലാവിൽ ന്യൂ ഇയർ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒരു കോൺഫറൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. വത്സലയും കുട്ടികളും പോണം. ഞങ്ങൾ മാത്രമായിട്ടോ? ജയേട്ടൻ കൂടി വരണം. ഏയ്, ഞാൻ വരുന്നില്ല. ഡാഡി കൂടി വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. ഡാഡിക്ക് നമ്മുടെ കൂടെ വരാൻ ഇഷ്ടമില്ല ബാബു, അതുകൊണ്ടാ. നിനക്കൂടൊന്ന് പോയിക്കൂടെ? കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ജയേട്ടാ, വരാന്ന് പറയൂ. വരാം. നല്ല ഡാഡി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എന്റെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്കേവർക്കും ലയൺസ് സ്ഥാപനങ്ങളുടെ പേരിലും എന്റെ വ്യക്തിപരമായ നിലയിലും സ്നേഹനിർഭരമായ നവവത്സരാശംസകൾ. ഒരു അത്യാഹിതത്തിൽ നിന്ന് ഈശ്വരാനുഗ്രഹത്താൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ മിസ്റ്റർ ജയമോഹനും അദ്ദേഹത്തിന്റെ പ്രതിശ്രുത വധു വത്സലയും ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. വിദ്യാർത്ഥി ജീവിതം മുതലേ നല്ലൊരു ഗായകൻ എന്ന് പേര് കേട്ട മിസ്റ്റർ ജയമോഹനോട് ഈ നവവത്സരാഘോഷത്തിന് മാറ്റുകൂട്ടുന്നതിനും നമ്മെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടി ഒരു ഗാനം ആലപിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോറി. മിസ്റ്റർ ജയമോഹൻ. ഇല്ല, നടന്നേ.
മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. നാദം തേടുമ്പോൾ താളം മൂടുമ്പോൾ വീണ്ടും മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. കാറ്റും വയ്ക്കും ഒരു പാലാഴിയുണ്ടെന്റെ മനസ്സിൽ. അരയന്നമൊഴുകുന്ന ശ്രുതിയിൽ ആകാശം താനെ കാതോർക്കും. പാതിര കാറ്റും വയ്ക്കും ഒരു പാലാഴിയുണ്ടെന്റെ മനസ്സിൽ. അരയന്നമൊഴുകുന്ന ശ്രുതിയിൽ ആകാശം താനെ കാതോർക്കും. മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. സ്വരരാഗ കന്യകൾ നീന്തും ഒരു സ്വർഗംഗയുണ്ടെന്റെ മനസ്സിൽ. അവർ ചൂടുവീറൻ നിലാവിൽ ആവേശം നീലപ്പൂ തേടും. സ്വരരാഗ കന്യകൾ നീന്തും ഒരു സ്വർഗംഗയുണ്ടെന്റെ മനസ്സിൽ. അവർ ചൂടുവീറൻ നിലാവിൽ ആവേശം നീലപ്പൂ തേടും. മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. നാദം തേടുമ്പോൾ താളം നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. ഇത് ജയമോഹൻ മരിക്കുന്നതിന് മുമ്പ് എഴുതിയതാണെന്നല്ലേ പറഞ്ഞത്? അതെ. ഇതൊന്ന് വായിക്കും. നമ്പർ 17. ഇപ്പോഴോ? ലൈൻ. ഇതിൽ നിന്ന്
എന്ത് മനസ്സിലായി? മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ലല്ലോ. ഉണ്ട്. ലയൺ സി മേനോനെ കുറിച്ച് ഞാൻ അറിഞ്ഞിടത്തോളം വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ ഇത് നമ്പർ 17 അല്ല, ലയൺ തന്നെയാണ്. അതുകൊണ്ട് ജയമോഹന്റെ മരണത്തിന് ഉത്തരവാദി ലയൺ സി മേനോൻ തന്നെയാണെന്ന് ഞാൻ പറയുന്നു. നോൺസെൻസ്. ഒരു കടലാസ് തിരിച്ചും മറിച്ചും കാണിച്ച് ആണുങ്ങളെ പറ്റി അപവാദം പറയുന്നു. ജയമോഹന്റെ സ്വന്തം മകനെ പോലെയാ ലയൺ സി മേനോൻ കരുതിയിരുന്നത്. അത് നിനക്കറിയോ? ഹി വിൽ നെവർ ഡു ഇറ്റ്. രക്ഷയില്ല. നിങ്ങളെപ്പോലുള്ള ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ ഒന്നുകിൽ ശുദ്ധാത്മാക്കളാണ്, അല്ലെങ്കിൽ അഴിമതിക്കാരാണ്. രണ്ടു കൂട്ടരും അപകടകാരികളാണ്. ഈ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണെന്നറിയോ? നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ തൂത്തുവാരി അകത്താക്കുക. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങൾ ഷട്ടപ്പായിട്ട് തന്നെ ചെയ്യാൻ പോവാ. എന്നെ സ്പെഷ്യൽ ഡ്യൂട്ടി നിയമിച്ചിരിക്കല്ലേ? ഇന്നു മുതൽ ഞാൻ എന്റെ വഴിക്ക് പോകുന്നു. ഇഷ്ടമല്ലെങ്കിൽ ആക്ഷൻ എടുത്തോ, ഇല്ലേ പിരിച്ചുവിട്ടേക്കൂ. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുവാ. എന്നെ എന്ത് അറസ്റ്റ് ചെയ്യുന്നു? ഞാൻ എന്ത് തെറ്റിയില്ലേ? റാസ്കൽ, എന്നെ കുറിച്ച് ചെയ്യുന്നോടാ. വണ്ടി എടുക്കടാ. ആരാ? എന്ത് വേണം? ഇവിടെ വരൂ. ഇവിടെ വരണം മിസ്റ്റർ. ചോദിക്കട്ടെ. ഞാൻ അങ്ങോട്ട് വരാനോ? നീ ഇവിടെ വരാ. നീയോ? റഹീമിനെ ഇന്ന് വരെ ആരും നീയെന്ന് വിളിച്ചിട്ടില്ല. ഞാൻ വിളിക്കുന്നിടത്ത് ആരും വരാതിരുന്നിട്ടുമില്ല. ആരാടാ അവൻ? ഞങ്ങളുടെ മുതലാളിയാണ്. ഓഹോ, മുതലാളിയാണോ? ഈ 17-ാം നമ്പർ ലോറിയുടെ ഉടമസ്ഥൻ നീയാണോ? ആണെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റോ? റഹീമിനെയോ? പാവം പോലീസ് പയ്യൻ. പോരെ. എന്നക്കടാ അത്രയ്ക്ക് ധൈര്യമോ? എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെങ്കിൽ ഈ ആയുസ് മുഴുവൻ ഞാൻ എന്റെ അടിമയായിരിക്കും. ഓഹോ, ഒരു കാലേ ഉള്ളോ? എനിക്കൊരു കാല് കൂടുതലാ. എങ്കിൽ ഇതിലൊരെണ്ണം നിനക്ക് വിരിക്കട്ടെ.
തോൽവി സമ്മതിക്കുന്നു. വരൂ. എന്റെ ഈ കാൽ അറുത്ത് മുറിച്ചിട്ടും ഞാൻ തോൽവി സമ്മതിച്ചില്ല. ജീവിതത്തിൽ ആദ്യമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ തോൽവി സമ്മതിക്കുന്നു. കാല് അറുത്ത് മുറിച്ചോ? ആര്? എല്ലാവരും അറിയുന്ന ആളാണ്, വലിയവനാണ്, മഹാനാണ്. ലയൺ സി മേനോൻ. ലയൺ സി മേനോനോ? അതെ, ലയൺ സ്ഥാപനങ്ങളുടെ ഉടമയായ മേനോൻ. നിങ്ങൾ തമ്മിൽ? ഞങ്ങൾ ആത്മമിത്രങ്ങളായിരുന്നു, ഒരു കുഴിയിൽ ചാകാനിരുന്നവർ. തടിയറപ്പായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ തൊഴിൽ. അധ്വാനിച്ച് കുറെ പണം കയ്യിൽ വന്നപ്പോ ഞങ്ങളൊരു തടിയറപ്പ് മില്ല് ആരംഭിച്ചു. രാപ്പകൽ ഞാനതിൽ പണിയെടുത്തു. ക്രമേണ മില്ലൊരു വലിയ സ്ഥാപനമായി വളർന്നു. ഒരു ദിവസം ഒരു കെട്ട് നോട്ടുമായി മേനവൻ എന്റെ അടുത്ത് വന്നു. ഇതറിയ ഇത് വാങ്ങിച്ചോണ്ട് പിരിഞ്ഞു പോയിക്കോളൂ. മനസ്സിലായില്ല. നിന്റെ മുടക്ക് മുതലാണിത്. അത് ഞാൻ തിരിച്ചു തരുന്നു. മില്ല് ഇന്ന് മുതൽ എന്റെ സ്വന്തമാണ്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് കൂപ്പിൽ തടിയറപ്പുകാരായിട്ട് ജീവിതം ആരംഭിച്ചവരാണ് നമ്മൾ. ഞാൻ മുകളിലും നിങ്ങൾ താഴെയും. ആ കയ്യിലെ തഴമ്പിപ്പോഴും പോയി കാണില്ല. ഈ അറപ്പുമില്ല് തുടങ്ങാൻ ഞാനാണ് മുൻകൈയെടുത്തത്. എന്റെ പറമ്പ് വിറ്റാണ് ഞാനതിനുള്ള പണം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. 2 വർഷം രാപ്പകൽ അധ്വാനിച്ചാണ് ഈ മില്ല് ഈ നിലയിൽ എത്തിച്ചത്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഒരു പങ്കാളിയെ വെച്ചുകൊണ്ട് ഈ ബിസിനസ് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇല്ല, കണക്ക് നോക്കി ന്യായമായി എനിക്ക് വരേണ്ട തുക തരാതെ ഞാൻ പിരിഞ്ഞു പോവില്ല. പോണം. പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ തുക പോലും നിനക്ക് കിട്ടില്ല.